അവിടെ 2 കക്ക കറങ്ങി പോയാൽ മാറ്റാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾക്ക് എനിക്ക് വേണ്ടിയാണ് കടലിൽ പോയത്, അല്ലാതെ സ്വന്തം ഇഷ്ടപ്പെടാൻ പോലെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടിയാണ് കടലിൽ പോയത്. ഇല്ല, പറ്റത്തില്ല, മാറ്റാൻ പറ്റത്തില്ല, നടക്കുന്നില്ല. അവിടെ ഞാൻ പുഴയിൽ പോയിട്ടാണ് വന്നത്. എന്റെ സീജാണ് അവിടെ കടന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടാണ് വന്നത്. ഈ ആളുകളുടെ മുമ്പിൽ നിന്ന് ഇത്രയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമങ്ങളോട് നിങ്ങളുടെ മാതാപിതാക്കളാണ് ആ കടലിലേക്ക് പെട്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ആ സ്ത്രീ അതല്ലേ ചെയ്യുന്നുള്ളൂ. അതിലും എനിക്ക് ദയനീയമായി തോന്നിയത് ഇതിന്റെ തൊട്ട് താഴെ ഒരു കമന്റാണ്. ഈ കമന്റ് അടിച്ച നാറിയോട് ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. അയാൾ കടലിൽ പോയി, ശരിയാണ്, കടലിൽ പോയി ഉപജീവനത്തിന് വേണ്ടി പോയി, അല്ലാണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കാനോ സംസ്ഥാന സർക്കാരിലേക്ക് കൊടുക്കാനല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. ശരിയാണ്, അവരുടെ ഉപജീവനത്തിന് വേണ്ടിയാണ് പോയത്. ആ ജീവിതമാണ് അവർ ചോദിക്കുന്നത്, അല്ലെ? അയാൾ കടലിൽ പോയി കൊണ്ടുവന്നിട്ട് അവിടെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിനൊക്കെയുള്ള പൈസ ഒക്കെ കൊടുക്കുമ്പോൾ ടാക്സി കേരള സർക്കാരിലേക്ക് കയറുന്നത്, അല്ലെ? അതും പോകട്ടെ, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മത്സ്യബന്ധന മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകരുത് എന്നും റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അവർ പോകുമായിരുന്നു. അങ്ങനെ പ്രഖ്യാപിക്കാത്തതുകൊണ്ടല്ലേ പോയത്? അതോ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടും അത് ഖണ്ഡിച്ചു പോയതുകൊണ്ടാണോ തെരച്ചിൽ നടത്താത്തത്? നമ്മുടെ കേരളത്തിൽ ഇന്നലെ മിനിസ്റ്റർ പറയുന്നത് കേട്ട് കൊല്ലത്ത് നിരവധി മത്സ്യത്തൊഴിലാളികളാണ് തെരച്ചിലിന് വേണ്ടി പോയിരിക്കുന്നത്. അതുപോലൊരു പാവപ്പെട്ട മനുഷ്യനെ ഇയാളും. അപ്പോ ഇത്തരം കമന്റുകൾ അടിക്കുന്ന വികൃത ജീവികളോട് ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. താങ്കളുടെ മാതാപിതാക്കളാണ് പ്രളയത്തിൽ കാലവർഷക്കെടുതിയിൽ അകപ്പെട്ടതെങ്കിലും താങ്കളുടെ രാഷ്ട്രീയം നോക്കി താങ്കളുടെ പാർട്ടിക്ക് വേണ്ടി ആ തന്ത്യം തള്ളയും പോട്ടെ എന്ന് പറയുമോ ഈ കമന്റ് അടിച്ച നാറി? ഈ കമന്റ് എന്ന് മാത്രം ഞാൻ കാണിക്കുന്നത് വേറൊന്നല്ല കേട്ടോ. വികൃത മലയാളികളായി മാറിയല്ലോ എന്ന് സങ്കടത്തോടെ ചോദിക്കുകയാണ്. രാഷ്ട്രീയം മയിൽ മാങ്ങാത്തിലേക്ക് അവിടെ നിൽക്കട്ടെ. കാലവർഷമല്ലേ? കാലവർഷക്കെടുതിയിൽ പെടുന്നത് ഇടതുപക്ഷം ഉണ്ടാകാം, BJP-കാരനുണ്ടാകാം, കമ്മ്യൂണിസ്റ്റുകാരനും ഉണ്ടാവാം. പക്ഷെ ഇത്തരം കമന്റുകളൊക്കെ അടിക്കുന്ന മലയാളികളോട് എന്നല്ലാതെ എന്ത് പറയാൻ? എന്ത് മനുഷ്യനാണ് നീയൊക്കെ? കാലവർഷക്കെടുതികൾ നാം ക്ഷണിച്ചു വരുത്തുന്നതല്ല, പ്രകൃതിയുടെ ഒരു പ്രതിഭാസം തന്നെയാണ്. പ്രതിഷേധങ്ങളെ നാം അനുനയിപ്പിക്കാനും ഏകോപിപ്പിക്കാനും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മുന്നോട്ട് വരാത്തിടത്തോളം കാലം നഷ്ടപ്പെട്ടവൻ ഇങ്ങനെ വിലപിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ വിലപിക്കാതിരിക്കാൻ അവിടുത്തെ ഉത്തരവാദിത്ത ജനപ്രതിനിധികൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തയ്യാറാകണം. അത് ഏത് രാഷ്ട്രീയ പാർട്ടിന്റെ ആണെങ്കിൽ. ഈ പറഞ്ഞതും രാഷ്ട്രീയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമേ താണ്ടി എന്നേ ഞാൻ പറയും. കാരണം ഇത് രാഷ്ട്രീയമല്ല. നിന്റെ ഈ കമന്റ് അടിച്ചവന്മാരുടെ ഇതുപോലുള്ള കുറെ നാറികളുടെ കുടുംബത്തിൽ നാളെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും അവരവരുടെ നില സേഫാക്കുമ്പോൾ അല്ലെങ്കിൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാതെ ചെയ്തു എന്ന് പറയാൻ അണികൾ തയ്യാറാകുമ്പോൾ ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ കുടുംബത്തിൽ ഇതൊന്നും വരാതിരിക്കട്ടെ. അനുഭവിച്ചറിഞ്ഞാലല്ലേ അനുഭവിക്കുന്നതിന്റെ വേദന അറിയും, അല്ലേ? പക്ഷെ ഒന്ന് ഞാൻ പറയാം, സർക്കാർ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാകണം. അതിന് 140 MLA-മാരോടുമാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ മണ്ഡലത്തിൽ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്ന കുറെ മൈത്താണ്ടികളുണ്ട്. അല്ലെങ്കിൽ ഇതെന്റെ പാർട്ടിയുടെ പരിപാടിയല്ല എന്ന് പറഞ്ഞ് കാണാതിരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇതെന്റെ മാത്രം പാർട്ടിയുടെ പരിപാടിയാണെന്ന് പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ എന്റെ പാർട്ടിയെ കുറ്റപ്പെടുത്തിയാൽ ഞാൻ തന്തയ്ക്ക് വിളിക്കുന്നു പറയുന്നവരുണ്ട്. അല്ല, അനുഭവിച്ചവർക്കറിയാം അവരുടെ വേദന, അല്ലേ? കുറ്റപ്പെടുത്താതെ ഒന്നിച്ച് ആ നാട്ടിലെ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഏകോപന സമിതികളുടെ കീഴിൽ അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുക. പക്ഷേ അവനവന്റെ കുടുംബത്തെക്കുറിച്ച് കൂടി ഓർത്തിട്ടെടുത്ത് ചാടുക. ആരും കൂടെ ഉണ്ടാകില്ല.